ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 51-ാം തിരുവചനം. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. വളരെ വേദനയോടെ, എന്നാൽ തൻ്റെ പിതാവാം ദൈവം തന്നിൽ ഭരമേൽപ്പിച്ചിട്ടുള്ള വലിയ ഉത്തരവാദിത്തം നിറവേറ്റുവാനായി തൻ്റെ ഈ ലോകത്തിലെ മനുഷ്യാവതാരത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നടന്നെടുക്കുന്ന യേശു തന്നെ സ്വയം മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായി തൻ്റെ അതിവേദനയോടെയുള്ള മരണത്തിലേക്കായി ജെറുസലേമിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്ന യേശു. അവിടേക്ക് പോകുവാൻ യേശുവിനൊരു ഉറച്ച തീരുമാനം ആവശ്യമായിരുന്നു. കാരണം താൻ അവിടെ നേരിടാൻ പോകുന്ന കഠിന സമയത്തെ യേശുവിന് അറിയാമായിരുന്നു. തൻ്റെ ഈ ലോകത്തിലേക്കുള്ള എഴുന്നള്ളിപ്പിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ദൈവചിത്തം നിറവേറ്റുവാനായി മനസ്സുറപ്പിച്ച് മുന്നോട്ട് നടക്കുന്ന യേശു. എന്തായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിയും ഉദ്ദേശവും? മനുഷ്യ ജീവിതത്തിൽ, ലോക ചരിത്രത്തിൽ ദൈവം ആഗ്രഹിച്ചതും നടത്തുവാൻ ഇച്ഛിച്ചതുമായ തൻ്റെ ക്രൂശ് മരണം, പുനരുത്ഥാനം, പിന്നീടുള്ള സ്വർഗാരോഹണം, അതെ, തൻ്റെ ഈ ലോകത്തിലുള്ള രക്ഷാപദ്ധതിയുടെ ദിവസങ്ങളിലേക്ക് കടക്കുന്ന യേശു മഹത്വത്തിൻ്റെ നഗരമായ ജെറുസലേമിലേക്ക്, യേശുവിൻ്റെ ജീവിതത്തിൽ ക്രൂശിൻ്റെ വഴിയും വേദനയുടെ വഴിയും ആയിത്തീരുവാൻ പോകുന്ന ജെറുസലേമിലേക്ക് പോകുവാൻ ദൃഢനിശ്ചയം ചെയ്യുന്ന യേശു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവപദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നാം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങൾ, വേദനകൾ, മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന സാഹചര്യങ്ങൾ, രോഗങ്ങൾ, ഇവയിലൊന്നും തളരാതെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വേദനയിലും ദൈവഭക്തിയിൽ, ദൈവത്തിലുള്ള ശരണത്തിൽ വിശ്വസ്തരായി ക്രൂശിൻ്റെ വേദനയുടെ വഴിയിൽ നിന്ന് ഓടിപ്പോകാതെ ദൈവചിത്തം നിറവേറ്റുവാനായി മനസ്സുറപ്പിച്ച് മുന്നോട്ട് നടന്ന യേശുവിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദൈവപദ്ധതിയെ അറിയുമ്പോൾ അതിൽ നിന്നും പിന്മാറാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.